ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോക്ക് പെയിൻറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു പെയിൻറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് ഇത് എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഡൗട്ട് ഉണ്ടാവുക. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഡെക്കോ പേജ്, അതുപോലെ തന്നെ ബോട്ടിൽ നമുക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ബോട്ടിൽ മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ അക്രിലിക് കളർ അടിച്ച് കൊടുക്കുമ്പം ഒരു ഗ്ലൈസിങ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ബോർഡിൽ തന്നെ നമ്മൾ ഒരു സൈഡ് അക്രിലിക്കാണ് കൊടുത്തിട്ടുള്ളത്, വൈറ്റ്. ഒരു ഗ്ലൈസിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്ലൈസിങ് ഇല്ലാണ്ട് മാറ്റ് ഫിനിഷിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മെയിനായിട്ട് വേണ്ടത് ഒരു ബേബി പൗഡറാണ്. നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബേബി പൗഡർ എന്ത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ബേബി പൗഡർ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനേക്കാട്ടിലും കൂടുതൽ അളവിൽ നമ്മൾ കളർ എടുക്കണം. അപ്പോൾ ഒരു സ്പൂണാണ് നമ്മൾ ബേബി പൗഡർ എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ എന്നുള്ള കണക്കിൽ നമ്മൾ കളർ എടുക്കണം. അപ്പോൾ നമ്മളിവിടെ 2 കളർ യോജിപ്പിച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള കളർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോയും അതുപോലെ തന്നെ യെല്ലോ ഓക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതും റെഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള കളർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്യൂബിൽ വരുന്ന അക്രിലിക്കാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പകുതി. അപ്പോൾ അത് നല്ല ടൈറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, മിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചായിട്ടാണ് നമ്മൾ ആ ഒരു യെല്ലോ കളർ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നമ്മളിനി ഗ്ലൂ അപ്ലൈ ചെയ്യൊന്നും വേണ്ട. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡിലോ അല്ലെങ്കിൽ വുഡിൻ്റെ പീസിലോ ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് അടിക്കാൻ പറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്ലാൻ പോട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാറ്റ് ഫിനിഷിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളിവിടെ യെല്ലോവും അതുപോലെ തന്നെ റെഡുമാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബ്ലൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും. അപ്പോൾ ഇനി അഥവാ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടെ ഇടാം. ഇതിപ്പോൾ ഡയറക്റ്റ് അക്രിലിക് കളർ കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചോക്ക് പെയിൻറ്റും കൂടെ കൊടുത്ത് കാണിച്ചു തരാം. എന്താണ് ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഞാനെപ്പോഴും ഡെക്കോ പേജ് ബോർഡിൽ ആർട്ടിലും അതുപോലെ തന്നെ ഡെക്കോ പേജ് വുഡിൽ ചെയ്യുമ്പോഴൊക്കെ അധികം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെച്ചിട്ടുള്ള ഒരു പ്ലാൻ പോട്ട് നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ ആകെ 1 സ്പൂൺ പൗഡറിലേക്ക് 2 സ്പൂൺ കളറ്, അത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ബാക്കിലൊന്നുകൂടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. രണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം, രണ്ടും ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്